ഈ നക്ഷത്ര ജാതകർക്ക് ഇനി മാറ്റത്തിൻ്റെ സമയമാണ്. ഒരുപാട് ദുർഘടമായ സാഹചര്യങ്ങളെ അതിജീവിക്കേണ്ടത് ചില നക്ഷത്ര ജാതകർക്ക് പറഞ്ഞിട്ടുള്ളതാണ്. ചില നക്ഷത്ര ജാതകർക്ക് പ്രശ്നങ്ങളെ ദൈവീകമായ പരിഹാരങ്ങൾ കൊണ്ട് പരിഹരിക്കാൻ സാധിക്കും. ഈ നക്ഷത്ര ജാതകർക്കും ദൈവീകമായ പരിഹാരങ്ങൾ കൊണ്ട് എത്ര വലിയ പ്രശ്നത്തെയും അതിജീവിക്കാൻ സാധ്യമാകും. ദുഷ്കരമായ ഈ ജീവിതത്തെ മടുത്ത നക്ഷത്രജാതകരും ഉണ്ട്. കഠിനമായ തീരുമാനങ്ങൾ എടുക്കേണ്ട സമയമാണ് ഈ നക്ഷത്രജാതകർക്ക്. ഇനി ഭാഗ്യത്തിൻ്റെയും നേട്ടത്തിൻ്റെയും സർവൈശ്വര്യത്തിൻ്റെയും സമയമാണ്. ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറി ഈ നക്ഷത്രജാതകർക്ക് ഇനി ഭാഗ്യം അനുകൂലമാകും. ആഗ്രഹങ്ങൾ ഒക്കെ സഫലമാകും. ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറി ഈ നക്ഷത്ര ജാതകർക്ക് രക്ഷപ്പെടാൻ സാധിക്കും. ആ നക്ഷത്ര ജാതകരെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ അറിയാൻ പോകുന്നത്. ഇവർക്ക് സംഭവിക്കുന്ന വലിയ വലിയ മാറ്റങ്ങളെക്കുറിച്ചാണ് അറിയാൻ പോകുന്നത്. ഇവർ പോകേണ്ടതായ ചില ക്ഷേത്രങ്ങളുണ്ട്, ചെയ്യേണ്ടതായ ചില പരിഹാരങ്ങളുണ്ട്. ജ്യോതിഷപ്രകാരം ഈ നക്ഷത്ര ജാതകർക്ക് ഏറ്റവും അനുകൂലമായ സമയം തന്നെയാണ് ഇപ്പോൾ. എത്ര വലിയ കഠിനമായ ദുഃഖ ദുരിതങ്ങളുണ്ടെങ്കിലും അതൊക്കെ മാറാൻ പോവുകയാണ്. ദൃഢമായ തീരുമാനങ്ങൾ എടുക്കുക. അതിലൂടെ ഈ നക്ഷത്ര ജാതകർക്ക് ഉയർച്ച കാണുന്നു. പരാജയങ്ങൾ മറന്നേക്കൂ. ഇന്നലത്തെ ദുഃഖങ്ങൾ വിട്ടുകളയുക. നിങ്ങളുടെ മുന്നിൽ ഒരു വലിയ ഭാഗ്യമുള്ള നക്ഷത്രമുണ്ട് എന്ന് മനസ്സിലാക്കുക. നിങ്ങൾ ജനിച്ചിരിക്കുന്നത് ആ ഭാഗ്യ നക്ഷത്രത്തിലാണ്. നിങ്ങൾ മനസ്സ് വച്ചാൽ അത് നിങ്ങളെ ഉയർച്ചയിൽ കൊണ്ടെത്തിക്കാൻ സാധ്യമാകും. അത്രയധികം ഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കും സർവൈശ്വര്യത്തിലേക്കുമാണ് ഈ ഭാഗ്യത്തിനുമേൽ ഭാഗ്യമുള്ള നക്ഷത്രജാതകർ എത്തിയിരിക്കുന്നത്. കഴിഞ്ഞ കാലത്തെ ദുരിത ദുഃഖങ്ങളൊക്കെ മറക്കേണ്ട സമയമാണ്. ഇനി വരാനിരിക്കുന്നത് ഭാഗ്യത്തിൻ്റെയും നേട്ടത്തിൻ്റെയും സർവൈശ്വര്യത്തിൻ്റെയും സമയമാണ്. ചില ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തണം. ചില വഴിപാടുകൾ ഈ നക്ഷത്രജാതകർ ചെയ്യണം. തീർച്ചയായും വലിയ മാറ്റം ജീവിതത്തിൽ വന്നു ചേരും. ഭാഗ്യം കടാക്ഷിക്കും. ആശിച്ചതും ആഗ്രഹിച്ചതുമൊക്കെ ഇവർക്ക് നേടിയെടുക്കാൻ സാധിക്കും. ഈ നക്ഷത്രജാതകർ ചോറ്റാനിക്കര ഭഗവതി ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നത് വളരെ വേഗത്തിൽ ഗുണകരമായ മാറ്റങ്ങൾ ഉണ്ടാകാൻ സാധിക്കും. അതുപോലെ തന്നെ പായിപ്പാട് പുത്തൻകാവിൽ അമ്പലത്തിൽ അമ്മയ്ക്ക് കടുംപായസവും ചെമ്പരത്തിമാലയും സമർപ്പിക്കുന്നതും ഉത്തമമാണ്. ക്ഷേത്രക്കുളത്തിൽ മലർ കൊണ്ട് മീനൂട്ട് നടത്തുന്നത് പതിവാക്കുന്നതും നല്ലതാണ്. എല്ലാ രീതിയിലും നേട്ടവും ഭാഗ്യവും ഉയർച്ചയും ഈ നക്ഷത്രജാതകർക്ക് വന്നു ചേരും. അതുപോലെ ഈ നക്ഷത്രജാതകർ വെള്ളിയാഴ്ചകളിൽ ദേവീക്ഷേത്ര ദർശനം നടത്തുന്നതും അവിടെ വഴിപാടുകൾ സമർപ്പിക്കുന്നതുമൊക്കെ ഭാഗ്യം ഇവർക്ക് കൊണ്ടുവരും. ശത്രുദോഷങ്ങളൊക്കെ മാറും. എല്ലാ രീതിയിലും ഭാഗ്യാനുഭവങ്ങൾ ഒന്നിനുമേൽ ഒന്നായി ഇവർക്ക് വന്നു ചേരും. അത്രയധികം ഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കും സർവൈശ്വര്യത്തിലേക്കുമാണ് ഇവർ എത്തുന്നത്. നിങ്ങൾ വിജയിക്കുക തന്നെ ചെയ്യും. നിങ്ങളുടെ ജീവിതത്തിൽ ഇനി പരാജയമില്ല. ആഗ്രഹങ്ങളൊക്കെ നടന്നു കിട്ടുന്ന സമയമാണ്. അത്രയധികം ഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കും സർവൈശ്വര്യത്തിലേക്കുമാണ് നിങ്ങളെത്തുന്നത്. അവരെ അറിയുന്നതിന് മുമ്പ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും ആ വിലപ്പെട്ട ലൈക്ക് പ്രതീക്ഷിക്കുന്നു. എൻ്റെ ഉപാസനാമൂർത്തിയായ മുത്തുമാരിയമ്മയ്ക്ക് ശർക്കരപ്പായസം നീതിച്ച് പൂജകൾ അർപ്പിക്കുന്ന വെള്ളി ചൊവ്വ ദിനങ്ങളിൽ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്, പൂജകൾ ചെയ്യുന്നതാണ്. പേരും ജന്മനക്ഷത്രവും ഇപ്പോൾ തന്നെ കമൻറ്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കുക. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾക്ക്, ഭാഗ്യത്തിന്, ഉയർച്ചയ്ക്ക് ഒക്കെ കാരണമാകും. അപ്പോൾ നമുക്കറിയാം, ആ ഭാഗ്യത്തിനുമേൽ ഭാഗ്യമുള്ള നക്ഷത്രജാതകരെ തീർച്ചയായും നിങ്ങൾക്ക് വിജയിക്കാൻ സാധിക്കും. നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ സഫലമാകുന്ന സമയമാണ്. നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അതൊക്കെ നിങ്ങൾ നേടിയെടുക്കുക തന്നെ ചെയ്യും. അതിലാദ്യത്തെ ഭാഗ്യത്തിനുമേൽ ഭാഗ്യമുള്ള നക്ഷത്രം ജീവിതത്തിലെ എല്ലാ പരാജയങ്ങളും മാറി ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഉയർച്ചയിലേക്കും എത്തുന്ന ഭാഗ്യം ഒരുപാട് വന്നു ചേരുന്ന ജ്യോതിഷപ്രകാരം ഏറ്റവും അനുകൂലമായ സമയമുള്ള നക്ഷത്രം അശ്വതി നക്ഷത്രം തന്നെയാണ്. അശ്വതിക്ക് ധനപരമായി ഉയർച്ച കാണുന്നു. ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറി അശ്വതിക്ക് രക്ഷപ്പെടാൻ കഴിയുന്ന സമയം. ഭാഗ്യം നിങ്ങളെ വലിയ നിലയിൽ കൊണ്ടെത്തിക്കും. നിങ്ങളുടെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറും. ക്ഷേത്ര ദർശനം
വേണം. ഞാൻ ഈ പറഞ്ഞ ക്ഷേത്രങ്ങളിലൊക്കെ ദർശനം നടത്തി വഴിപാടുകളൊക്കെ സമർപ്പിച്ച് അശ്വതി മുന്നോട്ട് പൊക്കോളൂ. ഭാഗ്യാനുഭവങ്ങൾ നിങ്ങളെ തേടി വരും. നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വന്നു ചേരും. രണ്ടാമത്തെ ഭാഗ്യനക്ഷത്രം ഭരണിയാണ്. ഭരണിക്കും ഇത് ഭാഗ്യത്തിൻ്റെയും നേട്ടത്തിൻ്റെയും സർവൈശ്വര്യത്തിൻ്റെയും സമയം തന്നെയാണ്. ധനപരമായ നേട്ടമാണ് നിങ്ങളിൽ കാണുന്നത്. മൂന്നാമത്തെ നക്ഷത്രം കാർത്തികയാണ്. കാർത്തികയ്ക്കും ഇത് ഭാഗ്യത്തിൻ്റെയും നേട്ടത്തിൻ്റെയും സർവൈശ്വര്യത്തിൻ്റെയും സമയം. നാലാമത്തെ നക്ഷത്രം രോഹിണിയാണ്. രോഹിണി രക്ഷപ്പെടുക തന്നെ ചെയ്യും. ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തി വെണ്ണ നിവേദ്യം നടത്തി പ്രാർത്ഥന നടത്തുക. ഭാഗ്യം നിങ്ങളെ വലിയ നിലയിൽ കൊണ്ടെത്തിക്കും. അടുത്ത നക്ഷത്രം മകയിരമാണ്. മകയിരത്തിനും ഇത് ഭാഗ്യത്തിൻ്റെയും നേട്ടത്തിൻ്റെയും ഉയർച്ചയുടെയും സമയമാണ്. ഭാഗ്യാനുഭവങ്ങൾ ഒന്നിനുമേൽ വന്നു ചേരുന്ന സമയം. അടുത്ത നക്ഷത്രം തിരുവാതിരയാണ്. തിരുവാതിരയ്ക്കും ഇത് ഭാഗ്യത്തിൻ്റെയും നേട്ടത്തിൻ്റെയും സർവൈശ്വര്യത്തിൻ്റെയും സമയം. ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറി തിരുവാതിര നക്ഷത്ര ജാതകർ രക്ഷപ്പെടുന്ന സമയം. അടുത്ത നക്ഷത്രം പുണർദമാണ്. പുണർദത്തിനും ഇത് ഭാഗ്യത്തിൻ്റെ സമയം. ദേവീക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തി വഴിപാടുകളൊക്കെ സമർപ്പിച്ച് മുന്നോട്ട് പോവുക. ഭാഗ്യാനുഭവം നിങ്ങളെ തേടി വരും. അടുത്ത നക്ഷത്രം മഖമാണ്. മഖത്തിനും ഇത് ഭാഗ്യത്തിൻ്റെ സമയമാണ്. ഞാൻ ഈ പറയുന്ന നക്ഷത്ര ജാതകർക്കൊക്കെയും പൊതുവായ ഫലമാണ് ഞാൻ ഈ പറയുന്നത്. പൂർണ്ണമായ ഫലം നിങ്ങൾക്കറിയുവാൻ നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ നിങ്ങൾക്കും ബന്ധപ്പെടാവുന്നതാണ്. തീർച്ചയായും മറുപടി തരും. അടുത്ത നക്ഷത്രം ഉത്രമാണ്. ഉത്രത്തിനും ഇത് ഭാഗ്യത്തിൻ്റെ സമയമാണ്. ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറി ഉത്രം രക്ഷപ്പെടാൻ പോവുകയാണ്. ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തി വഴിപാടുകൾ സമർപ്പിക്കുന്നത് ഉത്രം നക്ഷത്ര ജാതകർക്ക് ഭാഗ്യാനുഭവങ്ങൾ ഒന്നിനുമേൽ ഒന്നായി വന്നു ചേരാൻ കാരണമാകും. അടുത്ത നക്ഷത്രം അത്തമാണ്. അത്തത്തിനും ഇത് ഭാഗ്യത്തിൻ്റെയും നേട്ടത്തിൻ്റെയും സർവൈശ്വര്യത്തിൻ്റെയും സമയമാണ്. വളരെ സൂക്ഷ്മമായി കാര്യങ്ങൾ ഗ്രഹിക്കാനും ഷാർപ്പായിട്ടുള്ള ബുദ്ധിശക്തി പ്രകടിപ്പിക്കാനും ഇവർക്ക് സാധ്യമാകും. ഭാഗ്യം ഇവരോടൊപ്പമുണ്ട്. രക്ഷപ്പെടും. അടുത്ത നക്ഷത്രം ചോതിയാണ്. ചോതിക്കും ഇത് ഭാഗ്യത്തിൻ്റെയും നേട്ടത്തിൻ്റെയും സർവൈശ്വര്യത്തിൻ്റെയും സമയമാണ്. ജീവിതത്തിലെ എല്ലാ കഷ്ടപ്പാടും മാറി ചോതി രക്ഷപ്പെടുക തന്നെ ചെയ്യും. അടുത്ത നക്ഷത്രം തൃക്കേട്ടയാണ്. തൃക്കേട്ടയ്ക്കും ഇത് സമയം തെളിയുന്നതിൻ്റെ സൂചനകൾ കാണുന്നു. ജീവിതത്തിലെ എല്ലാ പരാജയങ്ങളും മാറി രക്ഷപ്പെടാൻ ഇവർക്ക് കഴിയും. അടുത്ത നക്ഷത്രം പൂരാടമാണ്. പൂരാടത്തിനും ഇത് ഭാഗ്യത്തിൻ്റെയും നേട്ടത്തിൻ്റെയും സമയം. അടുത്ത നക്ഷത്രം ഉത്രാടമാണ്. ഉത്രാടം രക്ഷപ്പെടുക തന്നെ ചെയ്യും. ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളും എല്ലാ പ്രശ്നങ്ങളും മാറി ഇവർക്ക് രക്ഷപ്പെടാൻ കഴിയുന്നു. ധനപരമായ ബുദ്ധിമുട്ടുകളൊക്കെ തീരുന്നു. കടങ്ങളൊക്കെ അവസാനിക്കുന്നു. എല്ലാ രീതിയിലും ഭാഗ്യാനുഭവങ്ങൾ വന്നു ചേരും. അടുത്ത നക്ഷത്രം ചതയമാണ്. ചതയത്തിനും ഇത് നേട്ടത്തിൻ്റെയും സർവൈശ്വര്യത്തിൻ്റെയും സമയമാണ്. ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറി ചതയം രക്ഷപ്പെടുന്നു. അടുത്ത നക്ഷത്രം പൂരുരുട്ടാതിയാണ്. പൂരുരുട്ടാതി നക്ഷത്ര ജാതകർക്കും ഭാഗ്യാനുഭവങ്ങൾ ഒന്നിനുമേൽ ഒന്നായി വന്നു ചേരും. ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറി പൂരുരുട്ടാതി രക്ഷപ്പെടുക തന്നെ ചെയ്യും. അടുത്ത നക്ഷത്രം ഉത്രട്ടാതി. നിങ്ങളുടെ വീട്ടിൽ ഉത്രട്ടാതി നക്ഷത്രമുണ്ടോ എങ്കിൽ എഴുതി വെച്ചോ. ഇത് ഭാഗ്യത്തിൻ്റെയും നേട്ടത്തിൻ്റെയും സമയമാണ്. അടുത്ത നക്ഷത്രം രേവതിയാണ്. രേവതിക്കും രക്ഷപ്പെടാൻ സാധിക്കും. ഭാഗ്യാനുഭവങ്ങൾ ഒന്നിനുമേൽ ഒന്നായി വന്നു ചേരുന്ന സമയമാണ്. ഭാഗ്യമാണ്, നേട്ടമാണ്, സർവൈശ്വര്യമാണ്. ഞാൻ ഈ പറഞ്ഞ നക്ഷത്രജാതകരൊക്കെ കഴിയുമെങ്കിൽ ഒരു കരിങ്കാലിമാല അണിയുക. കരിങ്കാലിമാല വാങ്ങുവാൻ നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ നിങ്ങൾക്കും ബന്ധപ്പെടാവുന്നതാണ്. തീർച്ചയായും അയച്ചു തരുന്നതാണ്. ഏതായാലും ഞാൻ ഈ പറഞ്ഞ നക്ഷത്രജാതകർക്ക് ഭാഗ്യമാണ്. പ്രതിസന്ധികളെ മറികടക്കുക, ജീവിതത്തിൽ ഉയരുക, പ്രാർത്ഥന നടത്തുക, വഴിപാടുകൾ നടത്തുക. ഈശ്വരൻ കൈവിടില്ല. നല്ല സമയമാണ്. ജ്യോതിഷപരമായ നിങ്ങളുടെ പ്രശ്ന പരിഹാരങ്ങളെക്കുറിച്ച് അറിയുവാൻ നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ നിങ്ങൾക്കും ബന്ധപ്പെടാം. നന്ദി, നമസ്കാരം.